മുത്തുനബിയെ മുതാബഅത്ത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ മുതാബഅത്ത് ചെയ്യുമ്പോൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നതായി കാണാം, നൂഹ് നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ ഇന്ന ബിനി മിൻ അഹ്ലി എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോനാണ്, എൻ്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരുത്തുന്നുണ്ട്, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, മൂപ്പർ നിങ്ങളുടെ കുടുംബമല്ല, ബ്ലഡിൽ നിങ്ങളുടെ മകനാണെങ്കിലും അഹ്ലിൽ പെടുത്താൻ പറ്റൂല, ചെയ്ത പ്രവർത്തനം സ്വാലിഹ് അല്ലാത്ത പ്രവർത്തനം ആണ് എന്നുള്ളത്. ഇതൊരു വലിയ ചർച്ചയാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മുതാബഅത്ത് എന്നത് താബിഇനെ ആക്കുന്നത് മത്ബൂഇന്റെ അതേ ജുസ്ഇൽപ്പെട്ടതായിട്ടാണ്. അത് അന്യരാണെങ്കിലും ശരിയാണ്. കാരണം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും വിദേശിയാണ്. പക്ഷെ മുത്തുനബിയെ മുതാബഅത്ത് ചെയ്തപ്പോൾ സൽമാനുൻ മിന്ന എന്ന് പ്രത്യേകമായി പറഞ്ഞതായി കാണാം. അപ്പൊ മുതാബഅത്ത് കൊണ്ട് ഇല്ലാത്ത ബന്ധത്തെ ഇത്തിസാൽ കണക്ഷൻ ഉണ്ടാകും മുതാബഅത്ത് കൊണ്ട്. അപ്പൊ അതിന്റെ മഫ്ഹൂം എന്തായിരിക്കും? മുതാബഅത്ത് ഇല്ലെങ്കിൽ കുടുംബമായാലും ഏതു നിലക്ക് മുത്തുനബിയോട് ബന്ധപ്പെട്ടവരായാലും അവിടെ ഇൻഫിസാലാണ് ഉണ്ടാകുക, ഒരിക്കലും ഇത്തിസാൽ കണക്ഷൻ ഉണ്ടാവില്ല, അൺകണക്റ്റഡ് ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ മുതാബഅത്തുൻ നബി എന്നത് വലിയ കാര്യമാണ്. ഇബ്നു അത്താഇല്ലാഹി തങ്ങൾ പറയുന്നുണ്ട്, വഖദ് ജമഅല്ലാഹുൽ ഖൈറ കുല്ല ഫീ ബൈത്തിൻ, ഒരു വീട് എന്നൊരു സങ്കല്പം വെക്കുകയാണെങ്കിൽ ആ വീട്ടിൽ മുഴുവൻ നന്മകൾ ഉണ്ടെങ്കിൽ അള്ളാഹു ആ വീടിന്റെ ചാവിയാക്കിക്കൊണ്ട് നിശ്ചയിച്ചത് വജഅല മിഫ്താഹഹു മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വജഅല മിഫ്താഹഹു മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയോടുള്ള മുതാബഅത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട് മുഴുവൻ നന്മകളും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ചാവിയാക്കിക്കൊണ്ട് അള്ളാഹു വെച്ചത് മുത്തുനബിയെ പിൻപറ്റുക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. എത്ര മനോഹരമായാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാഇനെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. മുത്തുനബിയെ പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.